കേരളത്തിലെ ഗോത്ര സങ്കേതങ്ങളിൽ പട്ടികവർഗ വികസന വകുപ്പ് പണികഴിപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളുകൾ, പഠന കേന്ദ്രങ്ങൾ, അവർ ഒത്തുകൂടുന്ന നല്ല കെട്ടിടങ്ങൾ കണ്ടെത്തി അവയ്ക്കാവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്ത ശേഷം കെട്ടിടങ്ങളുടെ ഉൾഭാഗം സർക്കാർ അംഗീകരിച്ച മാതൃകയിൽ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്നു. തുടർന്ന് ഈ കെട്ടിടത്തിൽ കുട്ടികൾക്ക് ഇരിക്കുന്നതിനാവശ്യമായ ഫർണിച്ചറുകൾ ഇട്ട ശേഷം 2 കമ്പ്യൂട്ടറുകളും 1 ടിവിയും വൈറ്റ് ബോർഡും സ്ഥാപിക്കുന്നു. കുട്ടികൾ സ്കൂൾ വിട്ടു വന്നാൽ അവർ നേരെ പഠനമുറികളിലെത്തുന്നു. പഠനമുറി സ്ഥിതി ചെയ്യുന്ന പട്ടികവർഗ സങ്കേതങ്ങളിലെ TTC B.Ed യോഗ്യതയുള്ള ഒരാളെ തന്നെയാണ് അധ്യാപകനായി നിയമിക്കുന്നത്. തുടർന്ന് അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളോടും അന്നത്തെ ദിവസം പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ആവർത്തിച്ചു വായിച്ച് ഹൃദ്യമാക്കാൻ സഹായിക്കുന്നു. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽക്കളും പൂക്കളും. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും നൽകിയിട്ടുള്ള പ്രോജക്റ്റ് വർക്കുകൾ, ഹോംവർക്കുകൾ എന്നിവ ചെയ്യുന്നതിനും അധ്യാപകൻ സഹായിക്കുന്നു. പഠനമുറിയിൽ സ്ഥാപിച്ചിട്ടുള്ള 2 കമ്പ്യൂട്ടറുകളിൽ ഒന്ന് കുട്ടികൾക്ക് IT വിദ്യാഭ്യാസം നൽകുന്നതിനും രണ്ടാമത്തേത് 1 ടിവിയുമായി കണക്ട് ചെയ്ത് കേരള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കൈറ്റ് എന്ന സ്ഥാപനം തയ്യാറാക്കിയിട്ടുള്ള സമഗ്ര പോർട്ടൽ വഴിയുള്ള പഠനകാര്യങ്ങൾ ഓൺലൈൻ വഴി കണ്ടുപഠിക്കുന്നതിനും അധ്യാപകൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. സമഗ്ര പോർട്ടലിൽ 1 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് അനിമേഷന്റെയും കാർട്ടൂണുകളുടെയും സഹായത്തോടെ പാഠഭാഗങ്ങൾ ഹൃദ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ പോർട്ടലിൽ samagra.kite.kerala.gov.in എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളുടെ വിവരം കാണാം. ഇതിൽ നിന്നും അന്നേ ദിവസം പഠിപ്പിക്കേണ്ടതായിട്ടുള്ള പാഠഭാഗങ്ങൾ, ഉദാഹരണം 10ാം ക്ലാസ്സിലെ ബയോളജിയാണ് പഠിക്കേണ്ടതെങ്കിൽ പ്രസ്തുത പുസ്തകത്തിലെ ഏത് ചാപ്റ്ററാണോ ആ ചാപ്റ്റർ സെലക്ട് ചെയ്ത ശേഷം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പാഠഭാഗങ്ങൾ അധ്യാപകൻ ടിവിയിലൂടെ പഠിപ്പിക്കുന്നത് കാണാവുന്നതും ചില പാഠഭാഗങ്ങൾ അനിമേഷൻ വഴി കണ്ടുപഠിക്കാവുന്നതുമാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്ഷരം പഠിക്കുന്നതിന് അവരുടെ തന്നെ ഗോത്രഭാഷയിൽ അക്ഷരങ്ങളെ അനിമേഷന്റെ സഹായത്തോടെ കാണിച്ചു കൊടുക്കുന്ന രീതിയും പഠനമുറിയിൽ അവലംബിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പേരാത് ഔ എങ്ക അക്ഷര ആക്കൂ. ഔ എച്ച് എഴുതരാത് എന്ന് നോടില്ല. നേരത്തിൽ നമ്മ റാ ദ പഠിത്താമത്തെ ഈ 2 അക്ഷരക ಬೆತ್ತು ഔ എച്ച് എഴുതരാത് എന്ന് നമ്മ നോടില്ല. ആദ്യം ഒരു സുരുളിക്കറാത് എന്നിട്ട് റാണ പാസിച്ച് ബളേസി 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 ചെകേ ബന്ത് ദാണ പാസി ഉള്ളുക്ക് ബലേച്ച് എടുത്ത് പോയിട്ട് കൈയെടുക്കാതെ നേരെ ബളേസി എജ്ജിസറാത്. എന്നിട്ട് ചിന്ന നാണ പാസ് ചെകേ ബലേത്ത് ഇത് കെജ്ജിസറാത്. അതേ പാസെ ഒരു റാങ് കൂടി ചിന്നാത് ചെകേ ബളേസി ആനത് തുമ്പിക്കൈന മാറി ബളേസി ചെകേ അടിച്ച് കാട്ടി ഔ എങ്ക അക്ഷര ആറ്റ്. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയും ഹിന്ദി അക്ഷരമാലയും ഇപ്രകാരം അനിമേഷന്റെ സഹായത്തോടെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ പ്ലൂറലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുപയോഗിക്കും? ഈസാണോ, ആമാണോ, ആറാണോ? നല്ല അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിക്കുന്നതിനായി ഫാനും ലൈറ്റും നൽകിയിട്ടുണ്ട്. പഠനത്തിനു പുറമെ കുട്ടികളുടെ കലാകായിക കഴിവുകൾ കൂടി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇടവേളയിൽ കുട്ടികൾക്ക് ലഘുഭക്ഷണം നൽകുന്നുണ്ട്. ഈ കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് കേട്ടപ്പം വിഷമം തോന്നി. നമ്മുടെ വീട്ടിൽ കറണ്ടും ലാപ്ടോപ്പും ഫോണൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ പഠനമുറി തുടങ്ങി ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാം പഠിക്കാൻ പറ്റി. ഇവിടെ എല്ലാം സൗകര്യമുണ്ട്. ഈ ഓൺലൈൻ പഠനകാലത്ത് പഠനമുറികൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഗോത്രമേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ഗുരുതരമായ പ്രശ്നമായി മാറി. പരമാവധി കോളനികളിൽ പഠനമുറി ആരംഭിക്കുക എന്നതാണ്
ഒരു ടീച്ചർ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അവധിക്കാലങ്ങളിൽ വിവിധ പഠനമുറികളിലെ കുട്ടികളെ ഒരിടത്ത് കൊണ്ടുവന്ന് ചിത്രകലാ പഠനവും നൃത്തവും മറ്റിതര പരിപാടികളിലും പങ്കെടുപ്പിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പഠനമുറിയിൽ നമ്മൾ 3 ദിവസത്തെ ക്യാമ്പ് അടിച്ച് പൊളിച്ച് പാട്ടും ഡാൻസും എല്ലാം കിടിലായിരുന്നു. മയക്ക് പിടിക്കാൻ പേടിയായിരുന്നു. പിന്നെ അവർ പാട്ട് പഠിപ്പിച്ച് അങ്ങനെയൊക്കെ പേടിയൊക്കെ മാറി. ഈ അവധിക്കാലം നമ്മൾ പൊളിച്ചടുക്കി. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീ ഷിനുവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി അന്തർദേശീയ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനെക്കുറിച്ച് കുട്ടികൾ. പഠനമുറി വന്നതുകൊണ്ടാണ് നമുക്ക് ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയത്. വായിച്ച് കേട്ടവരെ നേരിട്ട് കാണാനൊക്കെ പറ്റി. പിന്നെ ഒരുപാട് നടിമാരെ കാണാൻ പറ്റി. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സിനിമ ആണ്. അവിടെ ഞങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ വായിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പഠനമുറിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ കേരളത്തിൽ 24 പുതിയ പഠനമുറികൾ പ്രാക്തന ഗോത്രവർഗ മേഖലയിൽ നിർമ്മിക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും പാട്ടുകൾ പാടി അവർ മുന്നോട്ടു പോകുന്നു.